നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നടക്കും. ആലപ്പുഴയിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയാണ് തീരുമാനമെടുത്തത്. ഇത് സംബന്ധിച്ച് എല്ലാ മാധ്യമങ്ങളിലും ചെറുതും വലുതുമായ വാർത്തകൾ വന്നിട്ടുണ്ട്. അതിലൊരു വാർത്ത ഇങ്ങനെയാണ്: നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നടക്കും. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 28-ന് ജലമേള നടത്താൻ മുഖ്യമന്ത്രി അനുമതി നൽകിയതായി മന്ത്രി പി പ്രസാദ് യോഗത്തിൽ അറിയിക്കുകയായിരുന്നു. വള്ളംകളി നടത്തുന്നതിലെ അനിശ്ചിതത്വം ബോട്ട് ക്ലബ്ബുകളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പലരും ലക്ഷങ്ങൾ മുടക്കി പരിശീലനം ഉൾപ്പെടെ നടത്തിയിരിക്കെ വള്ളംകളി എത്രയും വേഗം നടത്തണമെന്നായിരുന്നു ആവശ്യം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക പരിപാടികളോ മറ്റ് ആഘോഷങ്ങളോ ഇല്ലാതെ വള്ളംകളി മാത്രമായിട്ടായിരിക്കും നടത്തുക. ചാമ്പ്യൻസ് ബോട്ട് ലീഗും നടത്തണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. കഴിഞ്ഞ വർഷം നൽകിയ അതേ ഗ്രാൻഡ് തുക തന്നെ നൽകുമെന്നാണ് മന്ത്രി യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത് എന്നാണ് വാർത്ത. ഈ വാർത്ത വരുന്നതിന് മുമ്പ് മറ്റൊരു വാർത്ത കേരളത്തിൽ വന്നിരുന്നു. അത് ബേപ്പൂർ ഫെസ്റ്റിനെ കുറിച്ചാണ്. ബേപ്പൂർ ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു, എന്നാൽ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നില്ല. ഇതാണ് ആരോപണം വന്നത് ടൂറിസം വകുപ്പ് മന്ത്രിക്കെതിരാണ്, ടൂറിസം വകുപ്പിനെതിരാണ്. ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിലുള്ള ബേപ്പൂർ ഫെസ്റ്റ് നടത്താൻ തീരുമാനമായിരിക്കുന്നു. അത് ഗംഭീരമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ നടത്തിയതുപോലെ നടത്തും, എന്നാൽ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നില്ല. മന്ത്രിയുടെ മണ്ഡലത്തിലുള്ള ബേപ്പൂർ ഫെസ്റ്റ് നടക്കുന്നു, നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നില്ല. മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് സ്വന്തം മണ്ഡലത്തിൽ കാര്യങ്ങൾ നടത്തുമ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് തടസ്സങ്ങൾ ഉന്നയിക്കുന്നു. രണ്ടും നടത്തുന്നത് ടൂറിസം വകുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത. ഈ വാർത്ത ഇവിടെ വായിക്കാൻ കാരണം, ഇന്നത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടത്താൻ തീരുമാനിച്ചു ഈ മാസം 28-ന് എന്ന വാർത്ത ഇവിടെ വായിക്കാൻ കാരണം ടൂറിസം വകുപ്പല്ല വള്ളംകളി നടത്തുന്നത് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. വള്ളംകളി നടത്തുന്നത് ഒരു സൊസൈറ്റിയാണ്, അതിന് അനുമതി നൽകേണ്ടത് സർക്കാരാണ്. ടൂറിസം വകുപ്പിന് അതിൽ യാതൊരു റോളുമില്ല. വള്ളംകളി നടത്തുകയാണെങ്കിൽ എല്ലാ വർഷവും ടൂറിസം വകുപ്പ് 1 കോടി രൂപ ഗ്രാന്റ് നൽകാറുണ്ട്. ഇത്തവണയും അത് നൽകും. വള്ളംകളി നടത്താൻ തീരുമാനിച്ചാൽ തുക നൽകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാലും കിടക്കട്ടെ, പോകുന്ന വഴിക്ക് മന്ത്രി മുഹമ്മദ് റിയാസിന് ഒരടി എന്ന് പറയുന്നത് പോലെ ആണ് റിപ്പോർട്ടർ ടിവിയിൽ വന്ന വാർത്ത. റിപ്പോർട്ടർ ടിവിയാണ് ഇത് വലിയ ചർച്ചയാക്കി മാറ്റി എടുത്തത്. ബേപ്പൂർ ഫെസ്റ്റ് നടത്തുന്നു, എന്നാൽ വള്ളംകളി നടത്തുന്നില്ല എന്ന്. ബേപ്പൂർ ഫെസ്റ്റ് ഡിസംബർ മാസത്തിലാണ് നടത്തേണ്ടത്. ഡിസംബർ മാസത്തിന് മുമ്പ് നടക്കുന്ന പല പരിപാടികളുമുണ്ട് ടൂറിസം വകുപ്പിന്റെ കീഴിൽ. ആ പരിപാടികളെല്ലാം നടത്താൻ തീരുമാനിക്കുകയും പണം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇതിനു മുമ്പ് തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഗ്ലോബൽ വിമൻസ് കോൺഫറൻസ് ഓൺ റെസ്പോൺസിബിൾ ടൂറിസം. മൂന്നാറിലാണ് പരിപാടി നടക്കുന്നത്. ഒക്ടോബറിലാണ് പരിപാടി നടത്തേണ്ടത്. 1,32,50,000 രൂപ അതിന് സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുതും വലുതുമായ ടൂറിസം പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ബേപ്പൂർ ഫെസ്റ്റും സംഘടിപ്പിക്കുന്നത്. എന്നാൽ ബേപ്പൂർ ഫെസ്റ്റിനെ മാത്രം പിടിച്ചുകൊണ്ട് ബേപ്പൂർ ഫെസ്റ്റിന്റെ ഉത്തരവ് ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് അതിനെ നെഹ്റു ട്രോഫി വള്ളംകളിയുമായി താരതമ്യം ചെയ്തുകൊണ്ട് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നില്ല ടൂറിസം വകുപ്പ്, എന്നാൽ ബേപ്പൂർ ഫെസ്റ്റ് നടത്തുന്നു എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസിന്റെ തലയിൽ കയറാനാണ് റിപ്പോർട്ടർ ടിവി ശ്രമിച്ചത്. അതാണ് ഇപ്പോൾ പൊളിഞ്ഞ് വീണിരിക്കുന്നത്. ടൂറിസം വകുപ്പല്ല നെഹ്റു ട്രോഫി വള്ളംകളി സംഘടിപ്പിക്കുന്നത്, അത് പ്രത്യേക സൊസൈറ്റിയാണ്. അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്നു. മന്ത്രി പി പ്രസാദ് അതിൽ പങ്കെടുത്തു. സൊസൈറ്റിക്ക് എതിർപ്പില്ലെങ്കിൽ, നാട്ടുകാർക്ക് എതിർപ്പില്ലെങ്കിൽ വള്ളംകളി നടക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് എന്ന് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പി പ്രസാദ് യോഗത്തിൽ പറഞ്ഞത്. അതനുസരിച്ച് വള്ളംകളി നടത്താൻ തീരുമാനിച്ചു. എല്ലാ വർഷവും നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് ടൂറിസം വകുപ്പ് നൽകുന്ന ഗ്രാന്റ് 1 കോടി രൂപയുടെ തുക അത് നൽകുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അത് സംബന്ധിച്ചുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ മറ്റ് ടൂറിസം പരിപാടികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ആ പരിപാടികളെക്കുറിച്ച് മൗനം പാലിക്കുന്നു റിപ്പോർട്ടർ ടിവി. എന്നിട്ട് ബേപ്പൂർ ഫെസ്റ്റ് മാത്രം പിടിക്കുന്നു, അത് മാത്രം ഉയർത്തിക്കൊണ്ടുവരുന്നു. എന്തിനാണ്? വള്ളംകളി നടക്കുന്ന ആലപ്പുഴ പ്രദേശത്തെ ജനങ്ങളുടെ
ഒരു വികാരം അത് കിടക്കട്ടെ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ തലയിൽ. ജനങ്ങളുടെ ഒരു വികാരം മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ തിരിയട്ടെ. ഇതാണ് ഈ കുൽസിത വാർത്തയുടെ പിന്നിലുള്ള രഹസ്യം. അത് ഏതായാലും ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നു. കാരണം ടൂറിസം വകുപ്പല്ല വള്ളംകളി നടത്തുന്നത് എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ റിപ്പോർട്ടർ TV ഇപ്പോഴും അഭിമാനിക്കുകയാണ്, ഞങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് വള്ളംകളി നടത്താൻ തീരുമാനിച്ചത് എന്ന്. ടൂറിസം വകുപ്പല്ല വള്ളംകളി നടത്തേണ്ടത് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് റിപ്പോർട്ടർ TV ഇത് സംബന്ധിച്ച് ആവർത്തിച്ച് വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന പോക്കിൽ കിടക്കട്ടെ PA മുഹമ്മദ് റിയാസിന്റെ തലയ്ക്ക് ഒരടി എന്ന രീതിയിൽ കാര്യങ്ങൾ കാണുന്ന പൊതുരീതി മാധ്യമങ്ങൾക്ക് ഇടയിലുണ്ട്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിന് കിട്ടിയ ഒരു തിരിച്ചടിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി സംബന്ധിച്ച് വന്ന വാർത്ത. അതുകൊണ്ട് തന്നെയാണ് അതിന് വലിയ ആയുസ്സില്ലാതെ പോയത്.